എനിക്ക് ചന്ദ്രാമ്മ തരുന്ന സ്നേഹം തന്നെ ധാരാളം. വേണ്ടെന്ന് പറയരുത് മോളെ. നീ അങ്ങനെ പറഞ്ഞ എനിക്ക് സങ്കടാവും. നീ എനിക്ക് പിറക്കാതെ പോയ മോള. ഇതിനൊരുപാട് പൈസയായി കാണില്ലേ? താൻ വളയം പിടിച്ചുണ്ടാക്കുന്ന പൈസ എന്തിനാ ഇങ്ങനെ പാഴാക്കി കളയുന്നേ? അതെ, ഞാൻ പാഴാക്കി കളഞ്ഞെന്ന് ആരാ പറഞ്ഞേ? ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടിയല്ലേ ചിലവാക്കിയത്. അതെങ്ങനെയാ പാഴാവുന്നത്? തനിക്ക് ബാഗ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കോളേജിൽ പോയി കഴിയുമ്പോ പകലൊന്നും തന്നോട് ഇനി വഴക്കിടാൻ പറ്റില്ലെന്ന് ആലോചിക്കുമ്പോ ഒരു സങ്കടം. എനിക്കിനൊരു സമാധാനമുണ്ട്. ആ, താൻ നാളെ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വയ്ക്കുക. എനിക്ക് നല്ല ഉറക്കം വരുന്നു. നാളെ കോളേജിൽ ഞാൻ തന്നെ കൊണ്ടാക്കാം. സ്വയം മറന്ന് നിൽക്കുകയായിരിക്കുമല്ലേ തമ്പുരാട്ടി? ഓ, നാളെ മുതല് കോളേജ് കുമാരിയാണല്ലോ. ആഹാ, പുതിയ ബാഗൊക്കെ ഉണ്ടല്ലോ. ഏതവനെ മയക്ക് വാങ്ങിച്ചതാടി ഇതൊക്കെ? ഓ, മയക്കാൻ നിനക്ക് പുറത്തു പോണ്ടല്ലോ. ഇവിടെ തന്നെ ഉണ്ടല്ലോ നിന്റെ ഇഷ്ടക്കാരൻ. ഉണ്ടെങ്കിലേ കാര്യമായി പോയി. സ്വയം മറന്ന് നടന്നാലേ ഒടുവിലൊക്കത്തൊരു തന്തയില്ലാത്ത കൊച്ചിനെയും എടുത്ത് തെണ്ടാൻ ഇറങ്ങേണ്ടി വരും. അങ്ങനെ വന്നാ ഞാൻ അങ്ങ് സഹിച്ചു. എന്നാലും ചതിച്ചും പറ്റിച്ചും ജീവിക്കാൻ ഞാൻ പോവില്ല. കൊള്ളത്തരങ്ങളുടെ കൊട്ടാരം ഒരു ദിവസം പൊളിയും. അന്ന് ഐശ്വര്യ ലക്ഷ്മി തമ്പുരാട്ടി ചിരട്ട എടുത്തോണ്ട് തെണ്ടാൻ ഇറങ്ങാതിരുന്നാ മതി. അവളുടെ ഒരു ബാഗ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ വന്ന എന്റെ ചേച്ചിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. ഓടിച്ച് കാരണം പോയിക്കും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. സീതേ, എണീക്ക്, മരുന്ന് കഴിക്കാം. ചന്ദ്രാമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് ആള് നല്ല സന്തോഷത്തിലാണല്ലോ. നാളെ മുതൽ പഠിക്കാൻ പോകുന്നതിന്റെ ആയിരിക്കും അല്ലേ? ആഹാ, പുതിയ ബാഗൊക്കെ കിട്ടിയോ? മഹി തന്നതായിരിക്കും അല്ലേ?
എല്ലാം ഒരു ഭാഗ്യ ചന്ദ്രമ്മ. അങ്ങനെ അടുക്കളയിൽ ഒതുങ്ങി കഴിയേണ്ടവളല്ല നീ. നിന്റെ യോഗമാണ് പഠിക്കണമെന്നുള്ളത്. അത് നടന്നേ തീരൂ. ആ, ഇനി അധിക നേരം ഞാൻ നിൽക്കുന്നില്ല. നേരത്തെ കിടന്നുറങ്ങ്. രാവിലെ എഴുന്നേറ്റ് പോവാനുള്ളതല്ലേ. പിന്നെ കൊണ്ടുപോകാനുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും എടുക്കാൻ മറന്നേക്കരുത്. ഇതിരിക്കട്ടെ. ചന്ദ്രമ്മ, ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ചന്ദ്രമ്മ തരുന്ന സ്നേഹം തന്നെ ധാരാളം. വേണ്ടെന്ന് പറയരുത് മോളെ. നീ അങ്ങനെ പറഞ്ഞ എനിക്ക് സങ്കടാവും. നീ എനിക്ക് പിറക്കാതെ പോയ മോള. അമ്മേ, ദേവി, കരുണാമയി, കാത്തോളനെ. ഇന്നു മുതല് എന്റെ ജീവിതത്തില് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കുവോ? ദേവിയുടെ കരുതലും അനുഗ്രഹവും എപ്പോഴും കൂടെ ഉണ്ടാവണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു LLB കാര്യമാവുക എന്നുള്ളത്. അതിന് ഒരാരംഭം കുറിക്കുവോ? ഒപ്പം ഉണ്ടാവണേ ദേവി. എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് എന്നെ പോലെ ദേവിക്കും അറിയാം. അച്ഛൻ നിരപരാധിയാണെന്ന് ഈ സമൂഹത്തിന് മുന്നിൽ തെളിയിക്കണം. അതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത നിരവധി പാവങ്ങളുണ്ട്. അവരെ സഹായിക്കണം. അതിന് ദേവി എന്റെ കൂടെ ഉണ്ടായേ തീരൂ. എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടായ ദേവി ഇതിനും തുണയായി ഉണ്ടാവണേ.